സപ്ലൈയുടെ എണ്ണം കൂടി വിഷമെത്തി ഒരു സിനിമ കണ്ട് കളയെന്ന് വെച്ച് കണ്ട അവരാതാണിത്. അപ്പൊ സിനിമ തുടങ്ങുന്നത് തന്നെ നായകന്റെ കുട്ടിക്കാലം കാണിച്ചിട്ടാണ്. ഇതാണ് നായകന്റെ അച്ഛൻ. അച്ഛനൊരു സൈക്കോ ആണ്. അച്ഛൻ വെറുതെ സൈക്കോ ആയതല്ല, നായകന്റെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ട്രോമ ആണല്ലോ, എന്നാലേ നായകൻ ഇങ്ങനെ ആവത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഒരു മഴയത്ത് ഒരു വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുന്ന സമയത്ത് കുറച്ചൊരു വണ്ടി വരും. അപ്പൊ നായകന്റെ അച്ഛൻ ഇങ്ങനെ ചോദിക്കും, അപ്പൊ അടുത്ത സീനിൽ തന്നെ ഡാഡി മരിച്ചതാണ് കാണിക്കുന്നത്. പക്ഷെ അവർ കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിന് നമ്മുടെ ചന്തുവിന്റെ അമ്മ കണ്ടുപിടിച്ച മാർഗമാണ് വീട്ടിലൂണ്. സംഭവമൊക്കെ സെറ്റ് തന്നെ, പക്ഷെ ഇത് എവിടെയാണ് ഇവർ എഴുതുന്നത്? അപ്പൊ വീട്ടിലൂണ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്ത് രണ്ട് പോലീസുകാർ വന്നിട്ട് ഇങ്ങനെ പറയും, ഇവർക്ക് ഇവനൊരു പോലീസായി കാണണമെന്നാണ് ആഗ്രഹം. ബട്ട് നമ്മുടെ നായകന് ഇതൊരു +2 പാസ്സായില്ല. സോ നമ്മുടെ നായകൻ ഇപ്പം വന്നേക്കുന്ന സ്ഥലത്താണ് നായകന്റെ ലവർ, ഫ്രണ്ട്സ് ആൻഡ് വില്ലൻസ് ഉള്ളത്. സംഭവം എല്ലാം ഒരിടത്ത് തന്നെ കിട്ടി. ബട്ട് എല്ലാം ഒന്ന് സെറ്റ് ആയാലും കുറച്ച് സമയം എടുക്കുകയെ. അതിന്റെ ഇടയ്ക്ക് നായകന്റെ ഫൈറ്റ് സീൻ ഉണ്ട്. അപ്പൊ കണ്ടോണ്ടിരിക്കാൻ നമ്മൾ വിചാരിക്കും, ഇടിയൻ ചന്തു എടുത്തിട്ട് ഇവിടെ അലക്കുമെന്ന്. ബട്ട് അവൻ അവളുടെ ചവിട്ടെല്ലാം കൊണ്ട് സ്പൈഡർമാൻ കളിക്കുക. ബ്രോ സ്പൈഡർമാനിൽ അതിനൊരു സെൻസ് എങ്കിലും ഉണ്ടായിരുന്നു. ഇത് തേങ്ങയാടി കാണിക്കുന്നേ. നമ്മുടെ ദീപ്തി IPS ഒക്കെ ഇതിലുണ്ട്. ക്യാരക്ടർ ഫുള്ള് വിട്ട് മാറാത്തോണ്ട് പുള്ളിക്കാരി ചന്ദനയോട് ഇങ്ങനെ ചോദിക്കും, അപ്പൊ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് തന്നെ സിനിമ മുന്നോട്ട് പോകാനാണ്. പറഞ്ഞുതരാം. അപ്പൊ ഒരു ദിവസം ദീപ്തി IPSന്റെ ഭർത്താവ് മറ്റേ ഇവരെടുത്തിട്ട് അലക്കും. ഇതല്ല ഇത് യൂണിവേഴ്സ് റെമർമാര്. അപ്പൊ ചന്തു ഇത് കണ്ടോണ്ടിരിക്കുക. ചന്തുവിന് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്താ ചെയ്യാ? ഇടി. അല്ലെ പുറകെ നിൽക്കുന്ന തേങ്ങന്മാര് എന്ത് തേങ്ങ കാണിക്കുന്നത്? പറയാൻ പറ്റുപോയി. ഇതല്ല കേട്ടോ വില്ലൻ ഇതാണ്. പുള്ളിയടിച്ച് ചന്തു കിണറ്റിലിട്ട്. അപ്പൊ ഇതെല്ലാം കേട്ട് ചന്തു ഇങ്ങനെ പറയും. അപ്പൊ ഈ സിനിമ മുന്നോട്ട് പോകുന്ന തന്നെ ഫ്ലാഷ് ബാക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന കൊച്ചുരുപ്പാണ് വളർന്നു വലുതായിട്ട് ഈ സിനിമയിൽ ഏറ്റവും വലിയ ഉറപ്പിക്കലാവുന്നത്. ദീപ്തി IPSന് എഴുതിട്ടുണ്ടപ്പം നായകന് കുട്ടിക്കാലം ഓർമ്മ വന്നു. അപ്പൊ നായികയായിട്ട് ഫ്ലാഷ് ബാക്ക് ഉണ്ട്. എന്തിനോ എടുത്ത് വെച്ചൊരു ഫ്ലാഷ് ബാക്ക്. അങ്ങനെ ഇവര് രണ്ടുപേരും വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വില്ലൻ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇട്ടിങ്ങി വരും. ഇത് കുറച്ച് നേരത്തെ ചെയ്യായിരുന്നു. ആദ്യമായിട്ടാണ് ഒരാൾ മരിക്കുമ്പോൾ കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ആള് മാറി വെട്ടിയതാണെങ്കിലും സിനിമ കണ്ടവർക്കറിയും മുതലിന്റെ ഒരു വെറുപ്പിക്കില്ല. അപ്പൊ എല്ലാവരും ഇനി ക്ലൈമാക്സ് ഇറങ്ങുന്ന സ്ഥലത്താണ്. അപ്പൊ ഇത്രയും വില്ലന്മാര് വന്നിരിക്കുന്നത് +2 പിള്ളേരെ നടി മേടിക്കാനാണ്. ബ്രോ പിന്നെ ഇതിന്റെ IM വിജയം മുതൽ ഉണ്ണിയാർച്ച വരെ ഉണ്ട്. പിന്നെ അവിടെ മൊത്തം അങ്ങോട്ട് അടിയോട് അടിയാണ്. അതിന്റെ ഇടയ്ക്ക് ഇതിലൊരു 3-4 പെണ്ണുങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. പക്ഷെ ഇവർക്ക് ഇത് ക്ലാസ് വെച്ച് നടത്തിക്കൂടെ? ഇവിടെ ക്ലൈമാക്സ് അടക്കല്ലേ. അതിന്റെ ഇടയ്ക്ക് ബസ് എത്തിക്കലും IM വിജയന്റെ ബൈസൈക്കിളൊക്കെ ഒരു സൈഡ് കൂടെ പോകുന്ന സമയത്ത് നായികയോട് അമ്പ് വിട്ട് കളിക്കുക. ബ്രോ ഒരു ഗ്രൗണ്ട് ഇത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് കറക്റ്റ് വില്ലന്മാരുടെ ഉണ്ടാക്കി എന്നെ കൊള്ളുന്നത്? അതിന്റെ ഇടയ്ക്ക് അതിലൊരുത്തൻ തിരിഞ്ഞ് നിന്ന് അടി ഉണ്ടാക്കി പോയി. പിന്നെ പുള്ളി ഇഴഞ്ഞാണ് പോയത്. ഇതെല്ലാം കാണാനായിട്ട് നമ്മളോട് തന്നെ ചോദിക്കും, ഇതെന്തിനിപ്പം കണ്ടേ? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റിപ്പോർട്ടറിലൂടെ ഈ ന്യൂസ് വരുന്നത്. ഏത് യൂണിവേഴ്സിലെ കേരളത്തിലാണോ ഇത് നല്ലതാണെന്ന് പറഞ്ഞ് വാർത്തയിലൊക്കെ വരുന്നത്? അങ്ങനെയെല്ലാം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ പാണ്ഡ്യ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ വയ്ക്കും. പാർട്ട് 2 ലോഡി. അപ്പൊ ഓക്കെ ബൈ.